ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോസ്റ്റഡ് ചിക്കൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇടുന്ന പൊടികൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചീനച്ചട്ടി കഴുകി നല്ല വൃത്തിയാക്കി ബാക്കിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കണം. അപ്പോൾ അതിന്റെ മാരിനേഷൻ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിലെ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മോന റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് പൊടികൾ നോക്കാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഇടുവാണ്. 1 കപ്പ് മൈദ, 1 കപ്പ് മൈദ, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൻ്റെ കൂടെ 2 മുട്ട. പിന്നെ കുറച്ച് ഒരു നുള്ള് വിനാഗിരി നമ്മൾ ഒഴിക്കുവാണേ. എന്താ അറിയാവണ, നമുക്കൊരു ചെറിയ പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനായിട്ടാണ്. ഇനി നമുക്ക് മെയിനായിട്ടൊരു സാധനം മിസ്സായിട്ടുണ്ട്. എന്താ അറിയാമോ? ഉപ്പ്. അപ്പൊ നമുക്ക് ഉപ്പിടാം. അപ്പം ഉപ്പിടുവാണ്. ഉപ്പ് ആവശ്യത്തിനാണ് ഇടേണ്ടത്. അപ്പം ഞങ്ങളിതൊന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് മിക്സ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ. അപ്പം ഞങ്ങളിത് മിക്സ് ചെയ്തിട്ട് വരാം. മിക്സ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. നമുക്ക് ഗരം മസാല ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഗരം മസാല ആഡ് ചെയ്യാം, ഇല്ലാത്തവർക്ക് ആഡ് ചെയ്തതിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുക്കി വറക്കാനുള്ള ഓട്സും എണ്ണയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അത്ര സമയം ചിക്കൻ ഇവിടെ നന്നായിട്ട് ഒന്ന് സെറ്റ് ആകട്ടെ. ഒരു 5 മിനിറ്റ് നമ്മൾ വെച്ചേക്കുന്നുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അല്ലേ വേണ? റെഡി അല്ലേ? നമ്മൾ എടുത്തിട്ട് ഈ ഓട്സിൽ തിരിച്ചും മറിച്ചും ഇട്ട് ഓട്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് വറക്കാൻ പോകുന്നത്. അപ്പോൾ ഒരെണ്ണം നമ്മൾ ചെയ്തിട്ട്, ഇപ്പോൾ ക്യാമറയും ഇതെല്ലാം കൂടെ പ്രയാസമായതുകൊണ്ട് തൽക്കാലം ഒരെണ്ണം ചെയ്ത് കാണിക്കാൻ. ഒരെണ്ണം ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഇടണം. അത് അകത്തിട്ട് കറക്കി കഴിഞ്ഞാൽ നമ്മൾ ആ മസാല തേച്ചേക്കുന്നത് കൊണ്ട് മസാല മൊത്തം നമ്മൾ ഈ എന്താ പറയുന്നത്, ഓട്സ് മൊത്തം നമ്മുടെ ആ തേച്ച മസാലയുടെ ആ ഒരു ഇത് വരും. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇതാണ് നമ്മളിപ്പോൾ ഇട്ട പീസ്. കണ്ടോ? ഇങ്ങനെ ഇട്ട് അതിനകത്ത് പറ്റാത്ത എവിടെയെങ്കിലും നമ്മളൊന്ന് മസാല തേച്ചെടുക്കുക. അപ്പം ബാക്കിയുള്ളത് എല്ലാത്തിലും ഞങ്ങളൊന്ന് ഓട്സ് ഒന്ന് പിടിപ്പിച്ച് ഒന്ന് മുക്കി എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്തേക്ക് വരാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഓട്സിനകത്ത് നമ്മുടെ മസാല എല്ലാം പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇവിടെ ഓട്സിനകത്ത് മുക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് ഓരോന്നായിട്ടെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലേ വേണ? ഓക്കേ. തീ ഒന്ന് ലേശം കുറച്ചിട്ടിട്ട് നമ്മൾ ഈ ഓട്സിൽ മുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടും. നമ്മുടെ ആ ഒരു KFCയുടെയും ആ ഒരു കറക്റ്റ് ഫീൽ കിട്ടും. അതിനാണ് ഓട്സിൽ മുക്കുന്നത്. എണ്ണ ഞങ്ങൾ കുറച്ച് മുന്നേ ചൂടാക്കാനിട്ടായിരുന്നു. അതുകൊണ്ട് നല്ലപോലെ ചൂടായി കിടക്കുകയാണ് എണ്ണ. അല്ലേ?
ഇടയ്ക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല കേട്ടോ. കാരണം ഇത് അത്ര വലിയ പീസല്ല എന്ന് പറഞ്ഞാൽ പോലും ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വേവൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇന്ന് കുക്കാവട്ടെ. കുക്കായി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരാം. നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വറുത്ത് കോരാം. കോരി കഴിഞ്ഞിട്ട് മൊത്തം വറുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലേറ്റിൽ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. കണ്ടോ, നല്ല KFC സ്റ്റൈൽ ചിക്കൻ ഉണ്ടോ ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്ത് നിങ്ങളെ കാണുക. ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സുഖം പിടിയിട്ട് തരാം. നമുക്കിതൊരു പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് സെർവിങ്ങിന് വേണ്ടിയിട്ട് ഡിഷിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ബൈ.